അങ്ങനെ ഒബൻ ഇലക്ട്രിക്കിന്റെ പുതിയ EV ബൈക്ക് അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നു, ഒബൻ റോർ EZ. 2 ദിവസമായിട്ടുള്ള ഈ കാണുന്ന പുതിയ ഒബൻ റോറിന്റെ EZ ലോഞ്ച് ചെയ്തിട്ട് നമ്മൾ അതിന്റെ നേരത്തെ റോറിന്റെ വീഡിയോ ഒക്കെ നമ്മൾ റിവ്യൂ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര കിടിലൻ ഡിസൈൻ, നല്ല ആവശ്യത്തിനുള്ള പവറും ബിൽഡ് ക്വാളിറ്റിയും ഒക്കെ അത്യാവശ്യം നല്ലതായിട്ട് തോന്നുന്ന വണ്ടികളാണ് ഒബൻസിന്റെ ബൈക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഏതായാലും 2 ദിവസം മുമ്പ് ലോഞ്ചായ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് കണ്ടത് 1 ലക്ഷം രൂപയിൽ താഴെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഇലക്ട്രിക് ബൈക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നത്. 89,999 ആണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് ബേസ് വേരിയന്റിന്റെ പ്രൈസ്. ഇതിന് 3 വേരിയൻസ് ആണ് വരുന്നത്. അതിൽ ബേസ് വേരിയന്റിന് 89,999 ആണ് പ്രൈസ് എക്സ് ഷോറൂം വന്നിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് കാസ് ഒക്കെ എല്ലാവരും വാങ്ങുന്നത് ഓട്ടോമാറ്റിക് കാസ് ആയിരിക്കും കൂടുതൽ ഓപ്റ്റ് ചെയ്യാറുള്ളത് അല്ലേ. പക്ഷേ ബൈക്ക് യൂസേഴ്സിന് അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടാറില്ല. കാരണം ഓട്ടോമാറ്റിക് ബൈക്സ് എന്നുള്ളത് ചെറിയ ബഡ്ജറ്റിലൊന്നുമില്ല, ഹൈ ബഡ്ജറ്റിൻ്റെയും ടോപ്പിൽ പോയാലേ ഓട്ടോമാറ്റിക് ബൈക്സ് കിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു ഇലക്ട്രിക് ബൈക്സ് എന്നുള്ളൊരു കാറ്റഗറി ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓട്ടോമാറ്റിക് സിറ്റിയിൽ ട്രാഫിക്കിൽ ഓടിക്കുമ്പോൾ ഗിയർ ഷിഫ്റ്റിങ്, ക്ലച്ച് റിലീസ് ചെയ്യുന്നതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഓരോ ട്രാഫിക്കിൽ എത്ര തവണ ഗിയർ മാറുന്ന ആ ഒരു ബുദ്ധിമുട്ടൊക്കെ നല്ല രീതിയിൽ ഫേസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇലക്ട്രിക് ബൈക്സ് ആണ് നിങ്ങൾ വാങ്ങിക്കുന്നെങ്കിൽ ഗിയർലെസ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആക്റ്റീവ് ഓടിച്ച് പോകുന്ന പോലെ ആ ഒരു സീറ്റിംഗ് പൊസിഷനിൽ, ബൈക്കിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷനിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ഇലക്ട്രിക് ബൈക്ക് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ യാതൊരു വൈബ്രേഷനോ ഹീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പെട്രോൾ അടിക്കേണ്ട, അറിയാലോ. കാരണം പെട്രോൾ പമ്പിൽ കയറി ബുദ്ധിമുട്ടുന്നവരാണ് പലരും. ആ ഒരു കാര്യം ഇതിൽ നിന്ന് മാറി കിട്ടും. നിങ്ങൾക്ക് ഒരു ഡെയിലി സിറ്റി കമ്മ്യൂട്ടറാണ് ആവശ്യം, ഓഫീസിൽ പോകാനും അല്ലെങ്കിൽ സിറ്റിയിലെ കാര്യങ്ങളൊക്കെ നടത്താനും. ഈ സിറ്റി കാസൊക്കെ ഇറങ്ങാറില്ലേ, ചെറിയ കോമ്പാക്ട് കാസൊക്കെ സിറ്റി പർപ്പസിന് മാത്രമായിട്ട്, അതുപോലെ നിങ്ങൾക്ക് പറ്റുന്നൊരു ബൈക്കാണ് ഒബൻ റോറിൻ്റെ ഈ പുതിയതായിട്ട് ലോഞ്ചായ EZ എന്ന് പറയുന്നത്. 1 ലക്ഷം രൂപ താഴെ ആയതുകൊണ്ട് തന്നെ നല്ല വോർത്തായിട്ട് എനിക്ക് തോന്നി. 3 വേരിയൻസ് ആണ് ഇതിന് ടോട്ടൽ വരുന്നത്. 2.6 kWh, 3.4 kWh, 4.4 kWh, അങ്ങനെ 3 വേരിയൻസിന് 89,999 1,00,000 1,10,000 ആണ് 3 വേരിയൻസിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. ഇതിൽ ഏത് വേരിയന്റ് എടുത്താലും നിങ്ങൾക്ക് 95 km/h എന്ന മാക്സിമം സ്പീഡിൽ എത്താനായിട്ട് പറ്റും. അതുപോലെ 0 to 40 എത്താൻ വെറും 3.3 seconds മാത്രമാണ് ഇതിന് വേണ്ടത്. അത് ഈ പുതിയതായിട്ട് വന്ന EZ വേരിയന്റിന് മുമ്പുള്ള ഒബൻ റോറിന്റെ ബൈക്കിനും ഞാൻ എക്സ്പീരിയൻസ് ചെയ്താണ്, റൈഡ് ചെയ്തപ്പോൾ നല്ല പെർഫോമൻസ് ആണ്. അതുപോലെ 52 Nm ഓഫ് ടോർക്കും വരുന്നുണ്ട്. അപ്പോൾ നല്ല ടോർക്കാണ്. സിറ്റിയിലൊക്കെ അതാണ് ആവശ്യം. അതായത് നമ്മൾ ട്രാഫിക്കിലൊക്കെ നല്ലതായിട്ട് ഗ്യാപ്പ് ഫീൽ ചെയ്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇത് വളരെ ആവശ്യമാണ്. പിന്നെ ഇതിൻ്റെ റേഞ്ച് 175 km/h ആണ് IDC റേഞ്ച് അവകാശപ്പെടുന്നത്. ഇതിൻ്റെ ബാറ്ററി ചാർജിൻ്റെ അനുസരിച്ച് റേഞ്ച് വ്യത്യാസം വരും. എന്തായാലും ഒരു 150 above റേഞ്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ചാർജിങ് സ്പീഡ് ഒരു കൺസേൺ ആയിരിക്കും എല്ലാവർക്കും. ഇത് ചാർജ് ചെയ്യാൻ കുറേ ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുള്ളത്. വെറും 45 മിനിറ്റ് മതിയാവും 0 to 80% ചാർജ് ആവാൻ ഫാസ്റ്റ് ചാർജർ ആണെന്നുണ്ടെങ്കിൽ. സോ ആ കാര്യത്തിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ ബാറ്ററി ഒബൻ ഇലക്ട്രിക് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് 2 വീലേഴ്സിൽ LFP ബാറ്ററി ടെക്നോളജീസ് കൊണ്ടുവരുന്നത്. ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററീസ് ആണ് ഒബൻ റോർ EZയിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഇലക്ട്രിക് 2 വീലേഴ്സ് ഒക്കെ കത്തുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ LFP ബാറ്ററീസിന് അങ്ങനെ പ്രശ്നം വരില്ല. ഇതിന് 2x ബാറ്ററി ലൈഫാണ് വരുന്നത്. അതുപോലെ തന്നെ സാധാരണ ബാറ്ററിക്കാളിലും 50% കൂടുതൽ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ഉണ്ട്. സോ കൂളിംഗ് ഒക്കെ പ്രോപ്പറായിട്ട് നടന്നോളും. അതുപോലെ തന്നെ ലൈഫ് ലോങ് ആയിട്ട് കിട്ടിക്കോളും. അതുപോലെ തന്നെ റേഞ്ചും നല്ലതായിട്ട് കിട്ടും. 3 റൈഡിംഗ് മോഡ്സ് ആണുള്ളത്. എക്കോ, സിറ്റി, ഹാവോക്ക് എന്ന് പറഞ്ഞ 3 മോഡ്സ് ഉണ്ട്. ഈ പറഞ്ഞ ഹാവോക്ക് മോഡിലാണ് 0 to 40 ആയിട്ട് 3.3 seconds നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റുന്നത്. ഒബൻ റോറിൽ 2 കളർ വേരിയൻസ് ഉണ്ടായിരുന്നുള്ളൂ, ഗ്രീനും റെഡും. പക്ഷേ ഇതിൽ 4 കളർ ഓപ്ഷൻസ് ആണ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത EZ വേരിയന്റിൽ വന്നിരിക്കുന്നത്. അതായത് ഇലക്ട്രോ ആംബർ, സെർജി ക്യാൻ, ലുമിന ഗ്രീൻ ആൻഡ് ഫോട്ടോൺ വൈറ്റ് എന്ന 4 കിടിലൻ കളേഴ്സാണ് ഈ പുതിയ വേരിയൻസിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറേ സേഫ്റ്റി ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. GPS ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ജിയോ ഫെൻസിങ്ങും തെഫ്റ്റ് പ്രൊട്ടക്ഷനും DAS അതായത് ഡയഗ്നോസ്റ്റിക് അസിസ്റ്റ് സിസ്റ്റവും UBA എന്നുള്ളൊരു ഫീച്ചർ, അതായത് അൺഓതറൈസ്ഡ് ബൈക്ക് അലേർട്ട് എന്നുള്ള കുറേ സേഫ്റ്റി ഫീച്ചേഴ്സിൽ ഇത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക് വണ്ടി എടുക്കുമ്പോൾ ആഫ്റ്റർ സെയിൽസ് സർവീസ് ആണല്ലോ നിങ്ങൾക്ക് അറിയേണ്ടത്. ഒബൻ കെയർ സർവീസ് വഴി നിങ്ങളുടെ വണ്ടി സംബന്ധമായ എന്ത് പ്രശ്നങ്ങളും പരിഹരിക്കുന്നതാണ്. പോരാതെ 5 വർഷവും 75,000 കിലോമീറ്റേഴ്സും വാറണ്ടി ഓപ്റ്റ് ചെയ്യാനുള്ള ചോയ്സ് ഒക്കെ നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ കൊച്ചിയിലും ട്രിവാൻഡ്രത്തും ഇതിൻ്റെ സർവീസ് സെൻറ്ററും ഷോറൂംസ് ഒക്കെ ഓപ്പൺ ആണ്. 60+ സിറ്റീസിലാണ് ഒരു പുതിയ ഷോറൂംസ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ മൊത്തത്തിൽ. സോ അങ്ങനെ പുതിയൊരു ഇലക്ട്രിക് ബൈക്ക് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു ഓപ്ഷൻ ആണെന്ന് എനിക്ക് തോന്നിയത്. ഇത് ഓടിച്ചുകൊണ്ടുള്ള റിവ്യൂ ഒക്കെ നമ്മൾ പിന്നാലെ ചെയ്യുന്നതായിരിക്കും. വെറും 2,999 രൂപ കൊടുത്ത് നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് മാത്രമല്ല 2,200 rupees മാത്രം മന്ത്ലി പേ ചെയ്തുള്ള EMI ഓപ്ഷൻസ് അവൈലബിൾ ആണ്. 2,000 രൂപ മുകളിലൊക്കെ എന്തായാലും എല്ലാവരും ഫ്യൂവൽ അടിക്കാറുള്ളതാണ്. ആ പ്രൈസ് വണ്ടിയുടെ EMI ആയിട്ട് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഒരു ഡെയിലി കമ്മ്യൂട്ടറായിട്ട് ഒരു വണ്ടി എടുക്കാൻ നോക്കുന്ന ആൾ EMI മാത്രം 2,000-3,000 അടയ്ക്കാറുണ്ട്. പിന്നെ ഫ്യൂവലിന് എക്സ്ട്രാ ചെയ്യാറുണ്ട്. പക്ഷേ ഇതെടുത്ത് കഴിഞ്ഞാൽ EMI മാത്രം അടച്ചാൽ മതി. ഫ്യൂവലിന് പ്രത്യേകിച്ച് എക്സ്ട്രാ പ്രൈസ് ഒന്നും ആവുന്നില്ല നമുക്ക്. സോ ദാറ്റ്സ് ഇറ്റ്. ഒബൻ റോർ EZക്ക് ഓൾ ദ ബെസ്റ്റ്. ഈ വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. സോ ബൈ. നമ്മൾ റൈഡ് റിവ്യൂ ആയിട്ടൊക്കെ പിന്നാലെ വരുന്നതായിരിക്കും.